അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഒരു ബർത്ത്ഡേ പോസ്റ്ററും കൂടി നമ്മൾ ചെക്ക് ചെയ്യാൻ പോവുകയാണ്. വീണ്ടും ഇൻസ്റ്റാഗ്രാം പോസ്റ്ററിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഒരുപാട് ടെംപ്ലേറ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനം നമുക്ക് സെലക്ട് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ ഇത് ക്ലിക്ക് ചെയ്യാം, ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ നമ്മൾ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ ആണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇവിടെ ഹാപ്പി ബർത്ത്ഡേ എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ മറ്റൊരു ടെംപ്ലേറ്റും കൂടി നമുക്ക് നോക്കാം. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ചും കൂടി വേറെ ഒരു സംഭവം നോക്കാം. നമ്മൾ എവിടെ സ്റ്റക്ക് ആവുകയാണെങ്കിലും ഈ ഇടത്തെ ഭാഗത്ത് മുകളിലുള്ള 3 ഡോട്ടിൽ വന്നിട്ട് ഹോമിൽ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. എവിടെയെങ്കിലും സ്റ്റക്ക് ആവുകയാണെന്ന് തോന്നിയാൽ ഹോമിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും ഫ്രണ്ട് പേജിലേക്ക് വരുന്നു. ഇവിടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്ററിൽ ഒന്നുകൂടി പോകുന്നു. ഇവിടെ മുകളിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ബർത്ത്ഡേ മാറ്റിയിട്ട് ബർത്ത്ഡേ ടു വൈഫ് എന്നുള്ളിടത്ത് അതിൽ അതൊന്ന് സെർച്ച് ചെയ്യുന്നു, ഹാപ്പി ബർത്ത്ഡേ ടു വൈഫ്. ഓക്കെ, അപ്പം വൈഫിന് നല്ലൊരു വിഷ് ചെയ്യാൻ പറ്റിയ അതുപോലത്തെ കണ്ടൻറ്റുകളാണ് നമുക്കിവിടെ കിട്ടുക. കുറച്ചും കൂടിയൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതാണ് സെലക്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ നമുക്ക് ഇനി മാറ്റാനുള്ളത് ആദ്യം നമ്മൾ ഫോട്ടോ റീപ്ലേസ് ചെയ്യുന്നു. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ റീപ്ലേസിൽ പോകുന്നു. ഗ്യാലറിയിലുള്ള ഫോട്ടോ, തൽക്കാലം ഇന്ത്യയിൽ കൂടുതൽ ഫോട്ടോസൊന്നുമില്ല, നമ്മൾ ഒന്ന് സെലക്ട് ചെയ്യുന്നു, ഇത് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടു മുകളിൽ തലയൊക്കെ കുറേ മുകളിൽ കട്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫോട്ടോയിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാണ്. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ആ ഒരു ഫോട്ടോ സെലക്ട് ആവും. പിന്നെ അതിന് മുകളിലേക്ക് താഴേക്ക് വേണമെങ്കിൽ ഡ്രാഗ് ചെയ്യാം, സൈഡിലേക്ക് ഒക്കെ ഡ്രാഗ് ചെയ്തിട്ട് ഫോട്ടോ കറക്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് ആണ് നമ്മൾ കൂടുതൽ മറ്റേ ഇമേജിൽ നിന്ന് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു, ഫോട്ടോയിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു, ഇതുപോലെ മാറ്റി വെക്കുന്നു. ഓക്കെ, എന്നിട്ട് ഇത് ഓക്കെ ആയി കഴിഞ്ഞാൽ ഫോട്ടോക്ക് പുറത്ത് ക്ലിക്ക് ചെയ്യാം, വിരൽ കൊണ്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഫോട്ടോ റെഡിയായി. ഇനി ഹാപ്പി ബർത്ത്ഡേ, അതിൽ നമുക്ക് മാറ്റങ്ങളൊന്നും വരുത്തണ്ട. താഴെ പേരിൽ നമുക്ക് മാറ്റം വരുത്താം. ഇവിടെ നമ്മൾ ലിസ എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോണ്ട് ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഈ പേരിൽ ക്ലിക്ക് ചെയ്യുന്നു, താഴെ ഫോണ്ട് എന്നുള്ള ഓപ്ഷനിൽ പോകുന്നു. ഇവിടെ ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് ഇഷ്ടപ്പെട്ട ഫോണ്ട് ഇതിന്ന് സെലക്ട് ചെയ്യാം. മലയാളമായിട്ടുള്ള ഫോൺസൊക്കെ ഉണ്ട്, എല്ലാം നമുക്ക് പഠിക്കാം. അതിനു മുമ്പ് നമ്മൾ ഇപ്പോൾ തൽക്കാലം ഒരു ഫോണ്ട് മാറ്റുന്നു. ഓക്കെ, ഈ ഒരു ഫോണ്ട് മാറ്റുന്നു. അപ്പോൾ ഈ ഒരു പോസ്റ്റർ ഏതാണ്ട് റെഡിയായി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെയും ബ്ലൂ കളറൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിനായിട്ട് ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ ഏരിയയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫ്രെയിമിൽ ബ്ലൂ കളർ വന്നതായിട്ട് ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? അതിനർത്ഥം ആ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ആയി എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വേറെ എവിടെയെങ്കിലും കുത്തി കഴിഞ്ഞാൽ, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പോയി. അപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഒരു ഒഴിഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്യണം. അപ്പം സ്ക്വയർ ടൈപ്പിൽ ബ്ലൂ കളർ വന്നത് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ ശ്രദ്ധിച്ചെങ്കിലാണ് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ആയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. അതിന് ശേഷമാണ് നമ്മൾ റീപ്ലേസിലേക്ക് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി അടുത്ത ഭാഗത്ത് താഴെ വരുന്നു, റീപ്ലേസിൽ ക്ലിക്ക് ചെയ്യുന്നു. താഴെ റൈറ്റ് സൈഡിലെ കോർണറിൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഈ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ പോകുന്നു. വീണ്ടും ഇഷ്ടപ്പെട്ട ബാക്ക്ഗ്രൗണ്ടുകൾ, ഇതിൽ ഇഷ്ടപ്പെട്ട ബാക്ക്ഗ്രൗണ്ട് ഓക്കെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫോട്ടോ ഗ്യാലറിയിലുള്ള ഫോട്ടോ ആണ് ബാക്ക്ഗ്രൗണ്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ അത് ഇവിടെ അപ്ലോഡിൽ പോയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം കേട്ടോ. അപ്ലോഡിൽ പോയിട്ട് ഇവിടെ അപ്ലോഡ് ക്ലിക്ക് ചെയ്തിട്ട് ഗ്യാലറിയിലുള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മളതായിട്ട് കൊടുക്കാം. ഓക്കെ, ഇത് കൂട്ടത്തിൽ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ റീപ്ലേസ് ഇപ്പോൾ കണ്ടില്ലേ, ഗ്യാലറിയിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് സ്യൂട്ടായിട്ട് തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ വീണ്ടും റീപ്ലേസിൽ പോകുന്നു, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നു, ഇവിടുന്ന് ഒന്ന് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ വേറൊരു ടൈപ്പ് ആയി. ഇനി ഇതും ഇഷ്ടപ്പെട്ടില്ലേ, വീണ്ടും റീപ്ലേസിൽ പോകുന്നു, ബാക്ക്ഗ്രൗണ്ടിൽ പോകുന്നു, ഏതെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ലൈറ്റ് ഡാർക്ക് കോമ്പിനേഷൻ നമ്മൾ ശ്രദ്ധിക്കണം. ലൈറ്റ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫോണ്ടുകളൊക്കെ കളർ ചേഞ്ച് ചെയ്യണം. അതൊക്കെ നമുക്ക് പറ്റും കേട്ടോ. ഫോണ്ടിൻ്റെ കളർ ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റും, ഒക്കെ നമുക്ക് പഠിക്കാം.
ഇവിടെ ഏറ്റവും ലളിതമായ രൂപത്തിൽ പഠിച്ച് തുടങ്ങേണ്ടതുണ്ട്, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ തൽക്കാലം ഞാൻ ഈ ഒരു ചേഞ്ച് മാത്രം വരുത്തി ഒരു പോസ്റ്ററും കൂടി ക്രിയേറ്റ് ചെയ്തു. ഇനി ഈ സൈഡിലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് മാറ്റങ്ങൾ വരുത്താം, വലുതാക്കാം, ചെറുതാക്കാം. കണ്ടോ, ബലൂണാണിത്. ഇവിടെ ബലൂണ്, ഇനി ഇതൊന്നും പറ്റൂലെങ്കിൽ വേറെ ബലൂണ് നമുക്ക് കൊണ്ടുവരാൻ കഴിയും. ഇതൊക്കെ ഡിലീറ്റ് ചെയ്യുകയാണ് എഴുതിക്കൊള്ളി. ഇതൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നു. ഇനി എലമെൻറ്റിലാണ് കളികൾ കിടക്കുന്നത്. ഇവിടെ ഒരുപാട് സാധനമുണ്ട്. ഇവിടെ നമ്മൾ സെർച്ച് ചെയ്യുകയാണ് ബലൂൺ. ഇതൊരു വൻ സാഗരമാണ് ശരിക്കും ഈ ക്യാൻവ. ഓക്കെ, ബലൂൺസിൽ പോകുന്നു. ഇവിടെ വെറൈറ്റി ബലൂൺസ് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഓക്കെ, അതിൽ തൽക്കാലം നമ്മൾ ഈ ഒരു ബലൂണ് എടുക്കുന്നു. ഓക്കെ, അങ്ങനെ നമ്മളെ ഇഷ്ടത്തിന് ഇത് വലുതാക്കാം, ചെറുതാക്കാം, എന്തും ചെയ്യാം. ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഇവിടെ നിന്ന് ഒന്നുകൂടി ഡ്യൂപ്ലിക്കേറ്റിൽ ക്ലിക്ക് ചെയ്താൽ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ കഴിയും. അതുപോലെ ഇത് മുകളിലേക്ക് പറത്തണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ക്യാൻവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ ലളിതമായിട്ട്, ഇനി മറ്റൊരാളുടെ കൈയോ കാലോ പിടിക്കാതെ തന്നെ ഏറ്റവും ലളിതമായ രൂപത്തിൽ നമുക്ക് പോസ്റ്ററുകൾ നിർമ്മിക്കാൻ ഈ ഒരു സോഫ്റ്റ്വെയറിന് കഴിയും എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇനി ഈ ഒരു പോസ്റ്റർ ഞാനിവിടെ നിർത്താൻ പോവാണ്. ഇതിൽ വീണ്ടും നമ്മൾ ഷെയറിൽ പോകുന്നു. ഓക്കെ, ഷെയറിൽ പോകുന്നു, ഡൗൺലോഡിൽ പോകുന്നു. ഇവിടെ JPG എടുക്കുന്നു, ഡൗൺലോഡ് ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെ ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഗ്യാലറിയിൽ വരും കേട്ടോ. ഓക്കെ, ഇത് ഗ്യാലറിയിൽ വരും. യെസ്, അപ്പോൾ ഇത്രേ ഉള്ളൂ പ്രോഗ്രാം. നമ്മൾ ഗ്യാലറിയിൽ പോയി കഴിഞ്ഞാൽ ഈ ഗ്യാലറിയിൽ ഈ സാധനം വന്നിട്ടുണ്ട്. ഓക്കെ.